എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പം നമ്മുടെ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് മുടിക്കായ പോവാൻ വേണ്ടിയിട്ടുള്ള ടിപ്സ് ഒന്ന് പറഞ്ഞു തരുമെന്ന് ഒരുപാട് പേരായി ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു തരാം. പക്ഷെ എൻ്റെ മുടിയിൽ കായൊന്നുമില്ല. പക്ഷെ ചെറുപ്പത്തിൽ എനിക്ക് നല്ലോണം മുടിക്കായ ഉണ്ടായിരുന്നു, മലയ്ക്ക് പോകുന്ന ആ പ്രായത്തിൽ കേട്ടോ. അപ്പോൾ മുന്നേരൊക്കെ തല നനയ്ക്കുമ്പോൾ നല്ല ഉള്ളുള്ള മുടി ആയതുകൊണ്ട് തന്നെ കെട്ടി വെക്കുമ്പോൾ കായ നല്ലോണം വന്നിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് അമ്മ ചെയ്ത് തന്നിട്ടുള്ള ടിപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മുടെ മൈലാഞ്ചി ഇല്ലേ, ഇതാണ് മൈലാഞ്ചി, മെഹന്തി എന്നൊക്കെ പറയും. അപ്പം ഈ മൈലാഞ്ചിയുടെ ഇല ഇതേപോലെ പൊട്ടിച്ചിട്ട് ഇതിൻ്റെ ഇല ഊരിയെടുക്കുക. എന്നിട്ട് നമ്മൾ അരച്ചെടുക്കുക. നമുക്ക് എത്ര എമൗണ്ട് വേണോ, നിങ്ങളുടെ ഓരോ മുടിയിലുണ്ടാവുന്ന കായയുടെ ഒരു അളവ് നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും അല്ലേ. അപ്പോൾ എത്രത്തോളം വേണം എന്നുള്ളത് ഒരു എമൗണ്ട് നിങ്ങളുടെ അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത്രത്തോളം ഇല നിങ്ങൾ ഇതിൻ്റെ മുകളിൽ നിന്ന് ഊരിയെടുത്തിട്ട്, ഇതിൻ്റെ തണ്ടൊന്നും വേണ്ട, ഇല ഊരിയെടുത്തിട്ട് പച്ചവെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. നന്നായിട്ട് പേസ്റ്റ് ആവണം കേട്ടോ. അരച്ചെടുത്തിട്ട് നിങ്ങളുടെ മുടി അത്യാവശ്യം എണ്ണയൊക്കെ നിങ്ങൾ തൊട്ട് പരട്ടെ, തുള്ളീശ മുടിയിലും തലയുടെ ഓട്ടിലൊക്കെ അത്യാവശ്യം എണ്ണയൊക്കെ തൊട്ട് പരട്ടിയിട്ട് ഈ അരച്ച മൈലാഞ്ചി നമ്മുടെ ഈ മുടിക്കായ ഉള്ള ഭാഗത്ത് നമ്മുടെ ഓരോ മുടി ഇതേപോലെ എടുക്കുക. ഇതേപോലെ എടുത്തിട്ട് നമ്മുടെ മുടിക്കായ ഉള്ള ഭാഗത്ത് നന്നായിട്ട് തേച്ച് കൊടുക്കുക. കടക്കിലേക്ക് തേക്കണ്ട, കടക്കിൻ്റെ കുറച്ച് ഈ ഭാഗത്തൊക്കെ ആയിട്ട് ചിലപ്പോൾ കായ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ നനഞ്ഞ മുടി കെട്ടി വെക്കുമ്പോഴാണ് നമുക്ക് മുടിക്കായ വരുന്നത്. അതായത് നനഞ്ഞ മുടിയിൽ ഇങ്ങനെ ബണ്ണിടുക അല്ലെങ്കിൽ റബ്ബർ പാൻറ് ഇടുക അല്ലെങ്കിൽ ഇങ്ങനെ കെട്ടി വെക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മിക്കവാറും തുമ്പത്ത് ഈ ഭാഗത്തൊക്കെ ആയിട്ടാണ് നമുക്ക് കായ ഉണ്ടാവാറ് അല്ലേ. അപ്പോൾ ആ കായുള്ള മുടിയിൽ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നോർമൽ പച്ചവെള്ളത്തിൽ അത് വാഷ് ചെയ്ത് കളയുക. എന്നിട്ട് ഒരു പാത്രത്തിൽ നന്നായിട്ട് ഒരു 3-4 കപ്പ് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഒരു തോർത്തുമുണ്ട് മുക്കിയെടുത്ത് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞിട്ട് നമ്മുടെ മുടി മാത്രം ഒന്ന് ആവി കൊള്ളിക്കുക. ആവി കൊള്ളിച്ചതിന് ശേഷം നമ്മുടെ കായുള്ള മുടി ഇതേപോലെ എടുക്കുക. എന്നിട്ട് ഇതേപോലെ മുടിയെടുത്തിട്ട് പല്ല അടുപ്പുള്ള ചീർപ്പ്, ഇത് പല്ല അകച്ചുള്ള ചീർപ്പാണ്, നമ്മുടെ പേൻ ചീർപ്പൊക്കെ ഇല്ലേ അതുപോലത്തെ ചീർപ്പ് കൊണ്ട് ഇതേപോലെ ഇങ്ങനെ മായ്ക്കണ പോലെ ഇങ്ങനെ ആക്കി കൊടുക്കുക കണ്ടോ. ഇതേപോലെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പതിയെ ചെയ്യണം കേട്ടോ. ഓരോ മുടിയിലും കെട്ടില്ലാതെ നമ്മൾ ക്ലിയർ ആക്കി എടുക്കണം. നനഞ്ഞ മുടിയാണെങ്കിൽ കൂടി നന്നായി ശ്രദ്ധിച്ചിട്ട്, എന്നാലും അത്യാവശ്യം മുടിയൊക്കെ പോവും. പക്ഷെ കായ പോയി കിട്ടാൻ വേണ്ടി നിങ്ങളത് ചെയ്തേ മതിയാവൂ. അപ്പോൾ ഇതേപോലെ നമ്മൾ റബ്ബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കായ പതിയെ പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. ഞാനിത് കളഞ്ഞെടുത്തത് വെക്കേഷൻ്റെ ടൈമിലാണ്. എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മ ഉണ്ട്, മുടിയിൽ അപ്പിടി കായായിട്ട്. പിന്നെ എനിക്ക് കോളേജ് പഠിക്കുന്ന സമയത്ത് ഈ മുടി ഇങ്ങനെ, കോളേജ് പഠിക്കുന്ന സമയത്തല്ല സ്കൂൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ മുടഞ്ഞിട്ട് ഇങ്ങനെ കുളിപ്പിന് മുടഞ്ഞിട്ട് അടിയിൽ ഒരു ബണ്ണിട്ടിട്ടാണ് ഞാൻ സ്കൂളിൽ പോയിരുന്നത് കേട്ടോ. ആ സമയത്ത് എനിക്ക് കുളിപ്പിന്നിലുണ്ടായിരുന്നു കായ. അപ്പോഴും ഞാൻ ഇതേപോലെയാണ് ചെയ്തത്. പിന്നെ വേറൊരു അറിവ്, അതെനിക്ക് കുറേ കഴിഞ്ഞിട്ട് കിട്ടിയിട്ടുള്ള ഒരു അറിവാണ് കേട്ടോ. എനിക്ക് ചെറുപ്പത്തിലൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ കൊച്ചുള്ളിയില്ലേ, ചെറിയ ഉള്ളിയുടെ നീര്, അതേപോലെ തന്നെ സവോളയുടെ നീരൊക്കെ കണ്ടോ, ഇതേപോലത്തെ ചെറിയ ഉള്ളി സവോളയുടെ നീരൊക്കെ കായ പോവാൻ വളരെ നല്ലതാണെന്ന് ഞാൻ ഇപ്പോൾ അറിഞ്ഞിട്ടുള്ളൊരു അറിവാണ്. ഞാൻ സവോളയുടെ നീരൊക്കെയും അതേപോലെ തന്നെ ചെറുള്ളിയുടെ നീരൊക്കെയും പണ്ടും തേച്ചിരുന്നു. എന്നിരുന്നാലും കായ പോകുന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഈ സവോളയുടെ നീരും അതേപോലെ തന്നെ ചെറുള്ളിയുടെ നീരും താരം പോവാനും മുടി കൊഴിച്ചിലും മാറ്റാനും നമ്മുടെ ഈ മുടിയുടെ സുഷിരങ്ങളൊക്കെ ഓപ്പൺ ആക്കിയിട്ട് പുതിയ മുടികൾ കിളിർക്കാനും അതേപോലെ തന്നെ തലയുടെ ഓട്ടിലെ സ്കിന്നൊക്കെ പെർഫെക്റ്റ് ആക്കാൻ, അതായത് ഇതിൽ 2-3 സാധനങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേരൊന്നും ഞാൻ ഇപ്പോൾ പറയണില്ല. അതൊക്കെ നമ്മുടെ സ്കിന്നിനെ വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മുടെ മുടീനെയൊക്കെ നല്ല ആരോഗ്യത്തോടു കൂടി വളരാൻ സഹായിക്കുന്ന ഒരു സാധനമാണ്. അത് കൂടാതെ തന്നെ നമ്മുടെ മുടിയിലുണ്ടാവുന്ന കായ പോകാൻ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഒറ്റ ഒരു യൂസിലൊന്നും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല. നമ്മളിതിങ്ങനെ ആഴ്ചയിൽ 2 ദിവസം, അതിൽ കൂടുതൽ ചെയ്യാൻ പാടില്ല കേട്ടോ. 2 ദിവസമൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല മാറ്റം ഉണ്ടാവും. പിന്നെ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നനഞ്ഞ മുടി ഒരിക്കലും നിങ്ങൾ കെട്ടി വയ്ക്കരുത്. അതേപോലെ തന്നെ നമ്മൾ കുളിപ്പിന്നിടുമ്പോൾ ഉണങ്ങിയതിന് ശേഷം മാത്രം ഇങ്ങനെ മുടങ്ങിയിടുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും വേണം ഇത് ചെയ്യുന്നതിൻ്റെ കൂടെ, അല്ലെങ്കിൽ നിങ്ങൾക്കിത് മാറ്റിയെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ മറക്കണ്ട, നമ്മുടെ ഇതേപോലത്തെ മൈലാഞ്ചി
ഇതേപോലത്തെ പച്ച മൈലാഞ്ചി തന്നെ വേണം. ഉണക്ക മൈലാഞ്ചി അല്ല കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. അതായത് ഉണക്കി പൊടിച്ചിട്ട് മൈലാഞ്ചി ഉണ്ടാവില്ല, അതുപോലത്തതല്ല ചെയ്തിട്ടുള്ളത്. ഇതേപോലത്തെ പച്ച മൈലാഞ്ചി ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഉണക്ക മൈലാഞ്ചി നിങ്ങൾ വെച്ച് ചെയ്ത് നോക്കി നോക്കൂ. ഇലയൊക്കെ ഉണക്കിയിട്ട് പൊടിച്ച മൈലാഞ്ചി ഇപ്പോൾ മേടിക്കാനൊക്കെ കിട്ടും. അതിൻ്റെ റിസൾട്ട് എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല, ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷേ ഇത് അടിപൊളി സാധനമാണ്, എനിക്ക് അമ്മ ചെയ്ത് തന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേരെ നമ്മളോട് ഇതിങ്ങനെ വിളിച്ച് ചോദിക്കുകയും മെസ്സേജിലൂടെ ചോദിക്കുകയൊക്കെ ചെയ്യണവരോടൊക്കെ നമ്മൾ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ചോദിച്ചൊരു ചേച്ചി, അപ്പോൾ ആ ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാം. അപ്പോൾ ഒരു കാര്യം കൂടി പറയാനുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട്, നമ്മുടെ ആമസോണിൽ 100 ml ഹെയർ ഓയിൽ കിട്ടണില്ലല്ലോ, 200 ml ഹെയർ ഓയിൽ മാത്രമേ ഉള്ളൂല്ലോ എന്ന്. അപ്പോൾ നമ്മൾ ആമസോണിൽ ഇപ്പോൾ 100 ml അവൈലബിൾ അല്ല. നമുക്ക് വാട്സപ്പിലും അതേപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റിലാണ് ഇപ്പോൾ 100 ml ഹെയർ ഓയിൽ, നമ്മുടെ രൂപശ്രീ ഹെർബൽ ഹെയർ ഓയിൽ ലഭ്യമായിട്ടുള്ളത്. 200 ml മാത്രമാണ് ആമസോണിലുള്ളത് കേട്ടോ. നമ്മുടെ വാട്സപ്പ് നമ്പറൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് ഇടുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഹെയർ കെയറിൽ, അതായത് മൈലാഞ്ചി വെച്ചിട്ടുള്ള ഹെയർ കെയറിൽ ചെറിയൊരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. നിങ്ങൾ മുടി ഇങ്ങനെ പിടിച്ചിട്ട് ഇതേപോലെ ചീർപ്പുകൊണ്ട് ചെയ്യുമ്പോൾ നനഞ്ഞിരിക്കുന്ന സമയത്ത്, അതിന് ആവി പിടിക്കില്ലേ നമ്മൾ തോർത്ത് കൊണ്ടുകൊണ്ട്, ആ സമയം കഴിഞ്ഞിട്ട് നനഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെയാണ് നമ്മൾ ആവി പിടിക്കേണ്ടതും അതേപോലെ തന്നെ ഇതേപോലെ റബ്ബ് ചെയ്ത് കൊടുക്കേണ്ടതും കേട്ടോ. അത് പറയാൻ വിട്ടുപോയി. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ സീ യു. അപ്പോൾ നല്ല നല്ല ഹെയർ കെയറിൻ്റെ വീഡിയോസും നമ്മുടെ ഫാമിലി വ്ളോഗ്സും ചെറിയ ചെറിയ സന്തോഷ നിമിഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ടാറ്റാ.